മോഹൻലാലിന്റെ വരാനിരിക്കുന്ന സിനിമകൾക്ക് വേണ്ടി സർപ്രൈസോടെയാണ് പല പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. കാരണം അതുപോലുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതും. പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ മോഹൻലാലുമായി ചേർന്ന് സിനിമകൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഗംഭീര സിനിമകൾ എന്ന് തന്നെ പറയേണ്ടതുണ്ട് അവരൊക്കെ ആ ചിത്രങ്ങൾ അനൗൺസ് ചെയ്ത്. അതിൽ തന്നെ അമൽ നീരദിന്റെയും ലിജു ജോസ് പല്ലിശ്ശേരിയുടെയും ചിത്രങ്ങളിൽ വീണ്ടും മോഹൻലാൽ എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രങ്ങളുടെ നിർമ്മാണമെന്നാണ് ഇപ്പോൾ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം രണ്ടാം തവണയാണ് മോഹൻലാൽ അമൽ നീരദിന്റെയും ലിജു ജോസ് പല്ലിശ്ശേരിയുടെയും ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത്. സാഗർ ഇലിയാസ് ജാക്കി റീലോഡഡ് എന്ന ചിത്രത്തിലാണ് മോഹൻലാലും അമൽ നീരദും ആദ്യമായി ഒരുമിച്ചത്. വാർത്തകൾ സത്യമാണെങ്കിൽ 16 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമായിരിക്കും വരാൻ ഇരിക്കുന്നത്. ഒരു മാസ് ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം ആദ്യം പുറത്തിറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലാണ് മോഹൻലാലും ലിജു ജോസ് പല്ലിശ്ശേരിയും ഒരുമിച്ചത്. വലിയ ഹൈപ്പ് ഉണ്ടായിട്ടും ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായില്ല. മലൈക്കോട്ടെ വാലിബന് ശേഷം ലിജോ മറ്റൊരു സിനിമയും സംവിധാനം ചെയ്തിട്ടില്ല. ഇത്തവണ അദ്ദേഹം മോഹൻലാലുമായി കൈകോർക്കുമ്പോൾ പ്രതീക്ഷ ഏറെയാണ്. അമൽ നീരദ്, ലിജു ജോസ് പല്ലിശ്ശേരി എന്നിവരുടേത് ഉൾപ്പെടെ 4 ചിത്രങ്ങളുടെ അണിയറയിലാണ് ആശീർവാദ് സിനിമാസ്. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ് ആശീർവാദ് സിനിമാസിന്റെ റിലീസ് കാത്തിരിക്കുന്ന ചിത്രം. മാർച്ച് 27 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നു. ഇപ്പോൾ എല്ലായിടത്തും എല്ലാ മീഡിയകളിലും വരാൻ പോകുന്ന എമ്പുരാനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നിറയുന്നത്. കാരണം ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളൊക്കെ തുടങ്ങി അഭിമുഖങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് സംവിധായകനും നായകനുമൊക്കെ. അതിൽ തന്നെ സംവിധായകനാണ് ഏറ്റവും വലിയ വിശ്വാസമെന്ന് പ്രേക്ഷകരടക്കം പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മേക്കിങ്ങിലാണ് അവർക്ക് വിശ്വാസം. ഒരു ഗംഭീര സിനിമ തന്നെ ലഭിക്കും എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ ഓരോ വാക്കുകളും വലിയ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ കേൾക്കുന്നതും. അത്രയ്ക്ക് കോൺഫിഡന്റോടെയാണ് പൃഥ്വിരാജ് എമ്പുരാനെ കുറിച്ച് ഓരോന്നും വിശദമാക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ടീസർ തന്നെ ഇറക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ചലഞ്ചിങ് ആണ് ടീസർ ഇറക്കുക എന്നത്. അതിലുള്ള കാര്യങ്ങൾ വെച്ചാണ് അവർ സിനിമയെ തന്നെ അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടീസർ ഒരുക്കുന്നത് വലിയ ചലഞ്ചായിരുന്നു എന്ന് പറയുമ്പോൾ ടീസറിൽ കാണിച്ചിരിക്കുന്ന മിക്ക സംഭവങ്ങളും ഒറിജിനൽ സംഭവങ്ങളാണ്, CGI അല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ CGI പലതും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പറ്റുന്നതൊക്കെ ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്ന് പറയുന്നു. ചോപ്പറൊക്കെ വരുന്നതും വെടി ഉതിർക്കുന്നതും ബോംബ് ബ്ലാസ്റ്റിങ്ങും ഒക്കെ ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അതിലെ പല സീനുകളും നമ്മൾ നേരത്തെ വന്ന പോസ്റ്ററിൽ കണ്ട് ഞെട്ടിയതായിരുന്നു. അതിന്റെ വിഷ്വൽ ട്രീറ്റ് നമ്മൾ തിയേറ്ററിൽ കാണാൻ പോവുകയാണ്. കൂടാതെ ചിത്രം ഐമാക്സിലൊക്കെ ഇറങ്ങുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ തന്നെ പല സീനുകളെ കുറിച്ചും പല രീതിയിലുള്ള ചർച്ചകൾ പ്രേക്ഷകർ നടത്തുന്നുണ്ട്. കൂടാതെ അതിൽ തന്നെ പൃഥ്വിരാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനെ കുറിച്ചും പറയുന്നുണ്ട് അഭിമുഖത്തിൽ. ടീസറിലെ ഒരു ഷോട്ടിനെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധ നേടുന്നുണ്ട്. ടീസർ ലോഞ്ചിന് പിന്നാലെ പിങ്ക് വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇതേക്കുറിച്ച് പറയുന്നത്. ടീസറിൽ ഒരു മുതിർന്ന ആളുടെ കൈ പിടിക്കുന്ന ഒരു കുട്ടിയുടെ ദൃശ്യമുണ്ട്. ടീസറിൽ തന്നെ സ്പർശിച്ച ദൃശ്യമാണ് ഇതെന്നും അത് എന്തിന്റെ സൂചനയാണെന്നുമായിരുന്നു പൃഥ്വിരാജിനോടുള്ള അവതാരകയുടെ ചോദ്യം. അതിന് പൃഥ്വിരാജിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് ചിത്രത്തിലെ എന്റെ പ്രിയ സീനുകളിൽ ഒന്നാണെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനാകൂ. നിർഭാഗ്യവശാൽ സിനിമ എന്തിനെക്കുറിച്ചാണെന്ന് എനിക്കിപ്പോൾ പറയാനാകില്ല എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട്. വലിയ ഹൈപ്പൊന്നും കൊടുക്കാതെയാണ് പൃഥ്വിരാജ് സിനിമയെക്കുറിച്ച് പറയുന്നത്. കൂടാതെ 2 മാസം നീണ്ടു നിൽക്കുന്ന പ്രമോഷൻ പരിപാടികളിൽ എല്ലാം കൃത്യത പുലർത്തുന്നുണ്ട് എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട്. പോസ്റ്ററുകളും ട്രെയിലറും ഒക്കെ അതിന്റെ ഭാഗമായി എത്തുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും മാർച്ച് 27 ചിത്രം എത്തുകയാണ്.